ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പാകുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ പൂർണ്ണമായി വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏത് പാർട്ടിയാണ് എന്നാണ്. ഇവിടെ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നറിയാം. സ്ഥാനാർത്ഥികൾ ആരാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ പാർട്ടി ആരാണോ ആ പാർട്ടിക്ക് ഞങ്ങൾ വോട്ട് കുത്തൂ എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ജനങ്ങൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് പാർട്ടികൾ ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും പക്ഷെ പാർട്ടിക്ക് വേണ്ടി മാത്രമേ വോട്ട് ചെയ്യൂ എന്ന് ചിന്തിക്കുന്നവരും കൂടെ ചിന്തിക്കണം സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളത്. സ്ഥാനാർത്ഥിക്ക് എന്താണ് നിങ്ങളുടെ സമൂഹത്തിന് വേണ്ടി, ഈ മണ്ഡലത്തിന് വേണ്ടി നൽകാൻ കഴിയുക എന്ന് നിങ്ങൾ ചിന്തിക്കൂ. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അവർക്ക് വേണ്ടി മാത്രം വോട്ട് ചെയ്യുന്ന ആൾക്കാർ ചിന്തിച്ചു നോക്കൂ, നിങ്ങളെ സ്ഥാനാർത്ഥി എന്തുമാത്രം ഗുണം നിങ്ങളുടെ നാടിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്ന്, എല്ലാവർക്കും വേണ്ടി ചെയ്യുമെന്ന്. ചിലപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് MLA ഇവിടെ വന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് ഗുണമുണ്ടാവും, പക്ഷെ ബാക്കിയുള്ള പാർട്ടിക്കാരെയൊക്കെ ദ്രോഹിക്കുകയാണ്. നമ്മളത് കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ തിരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം കൈവരിച്ചപ്പോൾ, തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം കൈവരിച്ചപ്പോൾ ഇവിടെയുള്ള MLA മറ്റു പല MLAമാരും BJPയുടെ കൗൺസിലർമാരിയ്ക്കുന്ന സ്ഥലത്ത് മാത്രം കുഴപ്പമുണ്ടാക്കി. അവിടെ മാത്രം കുടിവെള്ളം കിട്ടാതിരിക്കാനായിട്ട് പൈപ്പിന്റെ ടാപ്പ് പൂട്ടി, അവിടെ മാത്രം റോഡുകൾ വികസിപ്പിക്കാതെ ഇരുന്നു. പക്ഷെ അവർക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ, LDFന് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ അവർ വികസനം എന്ന് പറഞ്ഞ് കുറച്ച് ടാറിങ്ങും പൈപ്പ് വോട്ടുകളൊക്കെ ശരിയാക്കലും ഒക്കെ ചെയ്യും. പക്ഷെ BJPയുടെ കൗൺസിലർമാർ ഇരിക്കുമ്പോൾ അവർ ഒന്നുമേ ചെയ്യുകയും ഇല്ല. അത് തെറ്റായിട്ട് ആളുകളെ ധരിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. അങ്ങനെയല്ല ഒരു MLA പെരുമാറേണ്ടത്. MLAക്ക് നാടിനോടും നാട്ടുകാരോടും എന്തെങ്കിലും പ്രതിബദ്ധത ഉണ്ടെങ്കിൽ എല്ലാരെയും ഒരുപോലെ കാണണം.